ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ യൂസ്ഫുൾ വീഡിയോ ഒന്നും പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, മെയിലിലായിക്കോട്ടെ, ഇനിയിപ്പോൾ കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ വന്നിട്ടുള്ള കുറച്ച് ഒരു ജനറൽ ക്വസ്റ്റ്യൻസിന് ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കുറച്ച് ആൾക്കാരുടെ സംശയമാണ്, ഞാൻ ലക്സംബർഗിൽ തന്നെയാണോ, നിങ്ങൾ ലക്സംബർഗിൽ എവിടെയാണ്, എങ്ങനെയാണ് ലക്സംബർഗിൽ എത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. സോ അതിനുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്സംബർഗിൽ തന്നെയാണോ എന്നാണ്. അതെ, ഞങ്ങളിപ്പോൾ ഒരു കൊല്ലമായി ലക്സംബർഗിലേക്ക് വന്നിട്ട്, ലക്സംബർഗിലാണ് ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ലക്സംബർഗിലേക്ക് വന്നത്, അവിടെ ജോലിയായിട്ടാണോ സ്റ്റുഡൻ്റ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ലക്സംബർഗിലേക്ക് വന്നത്. ഹസ്ബൻഡ് ഒരു ഓൺസൈറ്റിൻ്റെ ആവശ്യത്തിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാനും മോളും ഡിപ്പെൻഡൻ്റ് ആണ്. ഹസ്ബൻഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ചോദിച്ചൊരു കാര്യം, ചേച്ചി എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ചേച്ചി ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടാണോ വന്നത് എന്നൊക്കെയാണ്. ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാനിവിടെ സ്റ്റുഡൻറ്റും അല്ല. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്തതും, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ വീഡിയോ ചെയ്തതും അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ജോബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല, പക്ഷേ ഐ എം ഓത്തറൈസ്ഡ് ടു വർക്ക് ഇൻ ലക്സംബർഗ്. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട്, പക്ഷേ ജോലി ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് ആൾക്കാരായി എൻ്റെ അടുത്ത് ചോദിക്കണം, യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഏത് ഏജൻസി വഴിയാണ് വന്നത്, ഏജൻസീസ് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി ഉണ്ട്, എനിക്ക് ഏജൻസി വഴി ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏജൻസി വഴിയല്ല വന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസ് ആവശ്യത്തിന് വന്നതുകൊണ്ട് തന്നെ പകുതി കാര്യങ്ങൾ ഓഫീസും പകുതി കാര്യങ്ങൾ ഞങ്ങളുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻസീനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. അങ്ങനെ ഏജൻസി വഴി വന്ന ആരും തന്നെ എനിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് റിപ്ലൈ ചെയ്തത്. കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പറയാറുണ്ട്, ഇല്ല കേട്ടോ സോറി ഏജൻസി അറിയില്ല എന്നുള്ളത്. ശരിക്കും അറിയാത്തതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസിയൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് ഏജൻസീസിനെ പറ്റിയിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. പിന്നെ സ്റ്റുഡൻസും കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ഏജൻസീസിനെ അറിയുമെന്നുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗിലേക്ക് ഏജൻസി വഴിയൊന്നും അഡ്മിഷൻസ് ചെയ്യുന്നില്ല എന്നാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കുറച്ച് സ്റ്റുഡൻസിനെ ഞാൻ കണക്ട് ചെയ്തപ്പോഴും അവർ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ടും €1 എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റേറ്റ് മെൻഷൻ ചെയ്തുകൂടെ എന്ന് പറഞ്ഞൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഈ യൂറോൻ്റെ റേറ്റ് മാറുന്നതുകൊണ്ട് തന്നെ, അതായത് €1 എന്ന് പറയുന്നത് ഒന്നുകിൽ 88 റുപ്പീസ് അല്ലെങ്കിൽ അതൊരു 92 റുപ്പീസ് വരെ. സോ അതിൻ്റെ ഒരു ഇടയിലുള്ളൊരു എമൗണ്ട് ആയിരിക്കും ഈ ഒരു സമയത്ത് ഞങ്ങൾ വന്നൊരു സമയത്തും ഇപ്പോഴും ഒക്കെ ഉള്ളത്. സോ അങ്ങനെ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് മിക്കവാറും ഞാൻ എത്ര €, ആണെന്ന് മാത്രം പറയുന്നത്. നാട്ടിലത്തെ റേറ്റ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ ചെയ്യാമല്ലോ. ജനറലായിട്ട് ലക്സംബർഗത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അല്ല സ്പെസിഫിക് ആയിട്ട് ഒരാഴ്ച ഇപ്പോൾ നമ്മളെ പോലെയുള്ള ഒരു ഫാമിലി, ഒരു മലയാളി ഫാമിലിക്ക് എത്രയായിരിക്കും ഗ്രോസറിക്കൊക്കെ ചിലവാകുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യാം. അതിപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടും നമ്മളെ നോർമൽ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ടും ഒരാഴ്ച ഏകദേശം എത്ര രൂപയാവും എന്നുള്ളതിൻ്റെ പോലൊരു വീഡിയോ ചെയ്യാം. അതിൽ ഞാനിങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. പിന്നെ എക്സ്പെൻസസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എത്രത്തോളമാണ് ചിലവാക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട്. റെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ആ കോസ്റ്റ് ഓഫ് ലിവിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രോസറീൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്കൊന്ന് നമ്മളെ രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഇപ്പോൾ നമ്മൾ കമ്പനി വഴിയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സൊഡെക്സോ കൂപ്പൺസ് ഉണ്ടാവും. സോ മിക്കവാറും സൂപ്പർ മാർക്കറ്റ്സിൽ അത് കൊടുക്കുക ചെയ്യാം. സോ അതിൻ്റെ ഒരു കാൽക്കുലേഷനിലൊക്കെ അത് നമുക്ക് അങ്ങനെ കുറച്ച് സേവ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ ചിലവാക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എക്സ്പെൻസസും പിന്നെ സേവിങ്സും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇൻ ജനറൽ ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പിടിച്ചാൽ തന്നെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അത്
പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. ചില കമ്പനീസ് ആദ്യത്തെ ഒരു 2 ആഴ്ച വരെ ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ചില കമ്പനീസ് അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് തരുമായിരിക്കും ഉണ്ടാവുക. റീലൊക്കേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾക്ക് ആ എമൗണ്ട് തരികയാണ് ചെയ്യുന്നത്. സോ അതും ഈ പറഞ്ഞ പോലെ കമ്പനി ടു കമ്പനി അത് വ്യത്യാസമായിരിക്കും. ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 ആഴ്ചത്തെ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ആ അക്കോമഡേഷൻ ഒരു പെർ ഡേ ലിമിറ്റ് ഉണ്ട്. അങ്ങനെ 2 ആഴ്ചത്തെ ആ ഒരു പെർ ഡേ ലിമിറ്റിൻ്റെ കാശ് തരികയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഹസ്ബൻഡിന് എങ്ങനെയാണ് ജോലി കിട്ടിയത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടുത്തെ ലാംഗ്വേജസ് ഒക്കെ അറിയുമോ എന്നുള്ളത്. ബേസിക് എന്ന് പറഞ്ഞാൽ അത്രയും ബേസിക് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഫ്രഞ്ചോ ജർമ്മനോ ലക്സംബർഗിഷോ മാത്രമല്ല സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ തന്നെ. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസും വേർഡ്സൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആണ്, അങ്ങനെയുള്ളതൊക്കെ അറിയാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് അങ്ങനെ ജോലി കിട്ടിയതല്ല, നാട്ടിൽ തന്നെ ഓൺസൈറ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം എൻ്റെ കഴിഞ്ഞ വീഡിയോനെ പറ്റിയിട്ടാണ്. കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ നെഗറ്റീവ് ആണല്ലോ പറയുന്നത്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്, ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ തന്നെ ശരിയാവൂ, അല്ലാണ്ട് നമ്മുടെ പ്രൊഫഷൻ കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നടക്കൂല എന്നൊക്കെ. ശരിയാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ കുറച്ച് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടും എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്ന ആൾക്കാരിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി, വളരെ ഹാപ്പി സ്മൂത്തായിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൻ ജനറൽ എല്ലാവർക്കും അങ്ങനെയല്ല, കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടാവും. ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് ഓവർ ഹൈപ്പായിട്ട് ഇങ്ങനെ ജോലികളെ പറ്റിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും, എങ്ങനെയെങ്കിലും വന്നാൽ മതി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സത്യാവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഫുൾ നെഗറ്റീവ് അല്ല, ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസും ഒക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്നാൽ കൂടെ ഇപ്പോൾ ജോലീൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്ന പോലെ അത്ര ഈസി അല്ല. അപ്പോൾ നമുക്ക് ജോലീൻ്റെ കാര്യത്തിലേക്ക് കിടക്കണ്ട. സോ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ പ്രൊഫഷൻ എന്താന്നുള്ള പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലക്സംബർഗിൽ വർക്ക് ചെയ്യുന്നില്ല, ലക്സംബർഗിൽ വന്നതിൻ്റെ ശേഷം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നാട്ടിൽ ഞാൻ IT കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ കൂടെ ടെക്നിക്കൽ റോൾ ആയിരുന്നില്ല. സോ നാട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ലക്സംബർഗിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ക്വയറീസ് വന്ന ഒരു കാര്യമാണ് അൺസ്കിൽഡ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എന്തായാലും അൺസ്കിൽഡ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഇപ്പം കുറച്ച് റിക്വസ്റ്റ് വന്ന നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്, ജോബ് റിലേറ്റഡ് മാത്രമായിട്ട്. ഈ പറഞ്ഞ പോലെ അത് പ്യുവർലി എൻ്റെ ഒരു ജോബ് സെർച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഞാൻ ചെയ്യുന്ന റിസർച്ച് വെച്ചിട്ടും മാത്രമായിരിക്കും. പിന്നെ ഞങ്ങളും ഇവിടെ വന്നിട്ട് ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ. അത് ജോലിയാക്കി തരാൻ പറ്റുന്ന പൊസിഷനൊന്നും അല്ല, അങ്ങനെ ഒരാൾക്ക് ആ ജോലിയാക്കി കൊടുക്കാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. സോ എനിക്ക് അറിയുന്ന ഇൻഫർമേഷനൊക്കെ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ റിസർച്ചിലും പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ അതിനെന്തായാലും പറ്റില്ല. പിന്നെ ഒരുപാട് ക്വരീസ് വരുന്നതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തരാം, അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് വീഡിയോ ഒന്നല്ല. ജനറലായിട്ട് എന്നെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസും. സോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് വരുന്ന മോസ്റ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ അതിൻ്റെയൊക്കെ ഒരു ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്, കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.